കപ്പലിന്റെ എന്ന് പറഞ്ഞാൽ എന്റെ ബഹളം കേട്ടിട്ട് അമ്മ ഇത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. കൂടെ വേറെയും കുറച്ച് സാധനങ്ങളും. ഇപ്പേ കൈ പിടിച്ചിരിക്കുന്ന വേറൊന്നുമല്ല, അത് എള്ളുണ്ടയാടാ മക്കളെ. ഞാനും ആദ്യം കണ്ടപ്പോ വിചാരിച്ചു ഇത് എന്നാ സാധനം എന്ന്. പക്ഷേ ഉണ്ടകളെല്ലാം ഫ്ലൈറ്റും പിടിച്ച് എത്തിയപ്പോഴേക്കും നല്ല അൽവാ കഷ്ണം പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണത്തിന് സദ്യയുടെ കൂടെ കഴിച്ചോട്ടെന്ന് വെച്ച് ചിപ്സും ശർക്കര വരട്ടിയും പാലട മിക്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ എന്തായാലും സദ്യ കഴിക്കുന്നവരെ നിൽക്കൂല. അതിനു മുമ്പേ ഞാൻ അതെല്ലാം അകത്താക്കിയിട്ടുണ്ടാവും. പിന്നെ തണ്ണിമത്തിനായിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഒരു പരിപാടി ഉണ്ടല്ലോ, തണ്ണിമത്തിനകത്ത് കുഴിയൊക്കെ കുഴിച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. തണ്ണിമത്തം മാത്രമല്ല, പൈനാപ്പിളും പേരക്കിലും എല്ലാം ഇപ്പൊ ചെയ്യാറുണ്ട്. പിന്നെ കൂട്ടത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതായതുകൊണ്ടാണ് ഇതിനെടുത്തത്. അതാണ് അത്ഭുതം എന്ന് പറയട്ടെ, ഇപ്രാവശ്യം വാങ്ങിച്ച തണ്ണിമത്തിന് ഒടുക്കത്തെ മധുരമായിരുന്നു. ഇനി ഇതിൽ കുഴിയൊക്കെ കുഴിച്ച് സെറ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു സംശയം, നിങ്ങൾക്ക് ഞാൻ എങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് കാണാനാണ് ഇഷ്ടം? കുക്കിംഗ് ചെയ്താൽ പറയും ചേച്ചി ക്രാഫ്റ്റ് ചെയ്യാൻ. ഇനി ക്രാഫ്റ്റ് ചെയ്താലോ അപ്പൊ പറയും കുക്കിംഗ് വീഡിയോസ് ചെയ്യാൻ. ഇനി ഇത് രണ്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു. അപ്പൊ ഞാനിവിടെ തണ്ണിമത്തം വായിക്കിട്ട് വെച്ചിട്ട് രാത്രിയിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച് അത്ര കട്ടിയൊന്നും വന്നിട്ടില്ലേ. പിന്നെ ഇതിലെല്ലാവരും ഉപയോഗിച്ച് കണ്ടത് ഫ്രഷ് ക്രീം ആണെങ്കിലും ഞാൻ നമ്മുടെ തേങ്ങാപ്പാലാണ് എടുത്തത്. അതാണ് മിക്സ് ചെയ്യുമ്പോൾ തെറിച്ചെറിച്ച് ഡ്രസ്സിൽ മുഖത്ത് എല്ലാം വീടായിരുന്നു. കുറെ നേരത്തെ മിക്സിങ്ങിന് ശേഷം എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. പക്ഷേ ഫ്രഷ് ക്രീം ആണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടായിരിക്കും. എന്തായാലും ഇങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായി. രണ്ട് സാധനങ്ങളുടെ ആവശ്യമുള്ളൂ.